നിങ്ങൾക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമാണോ? ഞാൻ വലിയൊരു ചോക്ലേറ്റ് ലവറാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും. ചോക്ലേറ്റിൻ്റെ എന്തുണ്ടെങ്കിലും ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അല്ലല്ലോ, ഒന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് മൈദയും 1 കപ്പ് പൗഡേർഡ് ഷുഗറുമാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ആദ്യം തന്നെ. പിന്നെ 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ബാലൻസിങ്ങിന്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ ബൗൾ കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരൊറ്റ മുട്ടയെ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബട്ടർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഓയിൽ എടുക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത്, പിന്നെ അതേപോലെ 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബാറ്റർ നല്ല തിക്കിലാണ് ഇരിക്കുന്നതെങ്കിലും കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏകദേശം 1/2 കപ്പിനേക്കാളും കുറച്ചും കൂടി അധികം പാൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് മാറ്റുക. എൻ്റെ അടുത്ത് ഈ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ഒന്നുമില്ല, അപ്പം ഞാൻ ഈ പാത്രത്തിലാണ് വെക്കുന്നത്. അടുപ്പത്താണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. കൂടുതൽ വീഡിയോസിൽ ഇതേപോലെ അടുപ്പത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ വെക്കുന്ന പാനിൽ ഉപ്പ് ഇങ്ങനെ കല്ലുപ്പ് നിരത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് ചെയ്തത്. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ തോന്നി. ഇനി ഞാൻ കുറച്ച് ഗണാഷ്, ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് നമ്മൾ കേക്ക് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ടേസ്റ്റിനും ഡെക്കറേഷനും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും പാലും ബട്ടറും ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 45 മിനിറ്റ്സിന് ശേഷം കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. താന്നു പോയതല്ല കേട്ടോ, ആ ഒരു സൈഡ് ഇങ്ങനെ കട്ടായി പോയതാണ്. പാത്രത്തിൽ ചൂട് പോകുന്നതിന് മുമ്പ് എടുത്തിട്ടാണ് അങ്ങനെ ആയത്. ഓക്കെ, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി അതിൻ്റെ മുകളിലേക്കൊക്കെ ഒഴിച്ച് അങ്ങനെ ഞങ്ങൾ കഴിച്ചു.